മച്ചമാരെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതാണ് വയർലെസ് മൈക്കാണ്. അതായത് നമുക്ക് വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വയർലെസ് മൈക്കാണ്. ഇതിന് മുന്നേ കുറേ വയർലെസ് മൈക്ക് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു മൈക്കാണെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നത്. കാര്യം എന്ന് വെച്ചാൽ നല്ല റിവ്യൂ ഉണ്ടായതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ഇത് നമുക്ക് ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഈ സാധനം ഇല്ല, അവൈലബിൾ അല്ല. അപ്പോൾ എന്തായാലും ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കാം, എങ്ങനെ ക്വാളിറ്റി ഒക്കെ ഉണ്ടോ നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇത് ഒരുവിധം നല്ലൊരു സാധനമാണ്. ഇതിൻ്റെ വില ഏകദേശം 1000 രൂപേൻ്റെ വരുന്നുള്ളൂ. 1999 രൂപ, ഓക്കെ, അത്രയാണുള്ളത്. ഐഫോണിൽ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ മേടിച്ചത്. അല്ലാതെ 1000 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. എന്തായാലും ഞാൻ അൺബോക്സ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അതായത് ഡിജിടെക്കിൻ്റെ അടിപൊളി ഒരു സാധനമാണ്. ഡിജിടെക്കിൻ്റെ ഏറ്റവും വില കുറഞ്ഞ ഒരു മൈക്കാണ് ഞാൻ ഈ മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 2 എണ്ണം വരുന്നുണ്ട്. ഇതിപ്പം ജസ്റ്റ് നമുക്ക് ഐഫോണിൽ കണക്ട് ചെയ്യുന്ന രീതിയിലത്തെ പിന്നാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഈ ഒരു മോഡൽ ഉണ്ടല്ലോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്ററാണ്, ഇത് റിസീവറാണ്. ഈ ട്രാൻസ്മിറ്റർ 2 എണ്ണം വരുന്നുണ്ട്. അതിന് 2000 എത്ര രൂപയാണ്, 2500 രൂപ വരും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരെണ്ണേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കറക്റ്റ് പാക്ഡ് ആകണ്ടല്ലോ. ഡിജിടെക്കിൻ്റെ നല്ലൊരു ഇതാണ്. പിന്നെ 4000 രൂപയുടെ ഡിജിടെക്കിൻ്റെ തന്നെ 4000 രൂപയുടെ വേറൊരെണ്ണമുണ്ട്. അപ്പം അതെന്നത് 2 ട്രാൻസ്മിറ്ററും റിസീവറൊക്കെ വരുന്ന നല്ല ഇത്തരമുള്ള ഒരു ബോക്സ് പോലെ. അതായത് നമ്മളെ ഈ റോഗ് മൈക്കില്ലേ അതേ മോഡൽ വരുന്നതാണ്. അത്രയും നമുക്ക് ക്വാളിറ്റി വരത്തില്ല, സൗണ്ട് ക്വാളിറ്റി വരത്തില്ല. ഇത് ഒരുവിധം നമുക്ക് സാധാരണ ബിഗിനേഴ്സ്, അതായത് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നവർക്ക് പറ്റിയ സാധനമാണ് ഇത് കേട്ടോ. ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം. കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ എന്തായാലും എല്ലാം ചെക്ക് ചെയ്ത് തരാം, എങ്ങനെ ക്വാളിറ്റി ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇതാണ് ഐഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നോക്കാം. ഇതിനകത്ത് 2 സാധനം വരുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ റിസീവർ വരുന്നത്, ചെറിയൊരു റിസീവർ കേട്ടോ. ഇത് നമുക്ക് ഐഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കണക്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് സി പോർട്ടും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഫോണിൽ കണക്ട് ചെയ്യുന്ന റിസീവറാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്മിറ്ററാണ്. റിസീവറും കുഞ്ഞു സാധനം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്പോഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിൽ നമുക്ക് ഇടാം. എയർ ഒന്നും പിടിക്കുക, ആ ഒരു എയറിൻ്റെ ഇതിന് വേണ്ടി നമുക്ക് എത്രമാത്രം പോസിബിൾ ആകുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇതൊക്കെ വെച്ച് ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്, എൻ്റെ വ്ളോഗിങ് ചാനലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നതും പിന്നെ വീഡിയോസ് എടുക്കുന്നതും പിന്നെ നമ്മൾ സെക്കൻഡ് ബൈക്ക്, കാർ, ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്ന ഈ ഒരു മൈക്ക് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റികളൊക്കെ നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ സാധനം വരുന്നത്. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് മാനുവൽ ഉണ്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് ചാർജിങ് കേബിൾസ് ഉണ്ട്. നല്ല പാക്കിങ് കേട്ടോ, നല്ല പാക്കിങ്ങിലാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ചാർജിങ് കേബിൾ വരുന്നത്. കേബിൾ മാത്രമേ തരത്തുള്ളൂ കേട്ടോ, ചാർജർ തരത്തില്ല. ജസ്റ്റ് ഒരു ചാർജിങ് കേബിൾ മാത്രമേ ഉള്ളൂ. സി ടൈപ്പാണ് ചാർജിങ് കേബിൾ വരുന്നത് കേട്ടോ. സി ആണിത്, എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്ത് കേൾക്കാം. ഞാൻ ഇപ്പോൾ എന്തായാലും കണക്ട് ചെയ്തിട്ട് സംസാരിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. എന്തായാലും ഇത് 2 മാറ്റി വയ്ക്കിയതാണ് ഡിജിടെക് എന്നൊക്കെ ലോഗോ എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇതും ജസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ സി ടൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഇത് ലൈവായിട്ട് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതായത് ഇത് റിസീവറിൻ്റെ അകത്ത് കുത്തി കഴിഞ്ഞിട്ട് ഇത് ഫോണിൽ കുത്തി കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് നമുക്ക് ലൈവ് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പോർട്ടും ഉണ്ട് കേട്ടോ. നല്ല സാധനം കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ക്വാളിറ്റി സാധാ പ്ലാസ്റ്റിക് അല്ല, ഒരുമാതിരി നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഫീലിംഗ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓണാക്കി നോക്കാം. ഇതെങ്ങനെ ഓണാക്കുന്നതെന്ന് എനിക്കറിയില്ല ഗീസ്. എങ്ങനെയാണ് ഗീസ് ഇവിടെ കിട്ടി. ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട് ഗീസ്. ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം എവിടെയെങ്കിലുമൊക്കെ ലൈറ്റ് കത്തും ഗീസ്. ഇതിൻ്റെ അകത്തൊക്കെ ലൈറ്റ് കത്തും ഗീസ്. ഇവിടെ ലൈറ്റാണ് ഗീസ്. വേണ്ട ലൈറ്റ് കത്തുമ്പോൾ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പം ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് കണക്ട് ആവും. ഇത് നമുക്ക് എന്തായാലും ഈ ഫോണിൽ കണക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കേൾക്കുന്നത് ഇതിലേ കൂടെയാണ് കേട്ടോ. ഹലോ ടെസ്റ്റിംഗ്, ഹലോ. അപ്പം ഇതിൽ കൂടെയാണ് കേൾക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നീല കളർ കിട്ടും കേട്ടോ. അതുവരെ റെഡ് ആയിരിക്കും, അതിലും റെഡ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാൻ ജസ്റ്റ് അത് കണക്ട് ചെയ്യുക. അതായത് നമ്മൾ റിസീവർ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് കണക്ട് ആവും. വെറും സിമ്പിളായിട്ടാണ് കണക്ട് ആവുന്നത് കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് പറയുക. ഞാനിത് കുറേ സാധനം മേടിച്ചിട്ട് റിട്ടേൺ ചെയ്തു. കാര്യം എനിക്ക് അത്ര ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ല. അതായത് മൂക്കടച്ച രീതിയിലത്തെ സൗണ്ട് കേൾക്കും. അപ്പം നിങ്ങളിപ്പോൾ നോക്കുക, ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ നോക്കുക. ഹലോ
ഇത്രയും ദൂരം വരെ വെക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സൗണ്ട് കിട്ടുമെന്ന് നോക്കുക. ഹലോ ഹലോ ടെസ്റ്റിംഗ് ഹലോ ഹലോ. ഇതിപ്പം ഒരു സൈലൻറ്റ് റൂമിലിരുന്നാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഫാനൊക്കെ ഇടാം. ഇവിടുത്തെ ഫാനിന് ഭയങ്കര സൗണ്ടാട്ടോ. അപ്പോൾ ഫാനൊക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കാം നോയിസ് ക്യാൻസലേഷൻ ഉണ്ടോ എങ്ങനെ ഉണ്ടെന്ന്. നമുക്കിതാ ഇത് വേണമെങ്കിൽ ഇതാ ഇവിടെ പ്ലഗ് ചെയ്ത് വയ്ക്കാം. അപ്പം ഇവിടെ പ്ലഗ് ചെയ്തപ്പം എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. കാര്യം എനിക്ക് ഇനി അങ്ങോട്ട് ഇത് കട്ട് ചെയ്തിട്ട് വേണം എനിക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഗൈസ്. അപ്പം നിങ്ങളിപ്പോൾ നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഹലോ ഹലോ ഓക്കെ ഹലോ ടെസ്റ്റിംഗ്. അപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും വരുന്നത്. അപ്പം എന്തായാലും ഇതിൻ്റെ ഔട്ട്ഡോർ ഒരു ഇത് ചെയ്യണമെന്നുണ്ട്. അപ്പം ഔട്ട്ഡോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ ഞാൻ വ്ളോഗ് രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പം എൻ്റെ വ്ളോഗിങ് ചാനലൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അൻവർ ലാനസ് എന്ന് പറയുന്ന ചാനലാണ് എൻ്റെ വ്ളോഗ് ഇടുന്ന ചാനൽ. G4 GTS എന്ന് പറയുന്ന വേറൊരു ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വണ്ടിയുടെ കാര്യങ്ങൾ ഡീറ്റെയിലും സെക്കൻഡ് ഹാൻഡ് വണ്ടിയും പിന്നെ പുതിയ വണ്ടി ഇറങ്ങുന്നത് അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഇടും. അപ്പോൾ എല്ലാം ഈ മൈക്ക് വെച്ചിട്ടായിരിക്കും. അപ്പം ഭയങ്കര സൗണ്ടുള്ള സ്ഥലത്തായിരിക്കും ഇരുന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൈക്ക് യൂസ് ചെയ്യുമ്പോൾ മൈക്ക് യൂസ് ചെയ്യാതിരിക്കുമ്പോഴുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം ഗൈസ്. കേട്ടിട്ട് വന്നിട്ട് ബാക്കി അഭിപ്രായം എങ്ങനെ ഉണ്ട്, കൊള്ളാവോ ഇല്ല. അപ്പം മച്ചന്മാരെ ഇതാണ് നമുക്കിതാ ഇവിടെ ഒരു വിൻഡ് ഷീൽഡ് ഉണ്ട് കേട്ടോ. വിൻഡ് ഷീൽഡ് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കൊരു ജസ്റ്റ് ഒരു ക്യാപ്പ്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് സംസാരിക്കുമ്പോൾ വലിയ നോയ്സ് വരുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാനിൻ്റെ നോയ്സ് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഫാൻ തൊട്ട് മേളിൽ നമ്മൾ കറക്കുന്നുണ്ട്. അപ്പം ഫാനിൻ്റെ സൗണ്ട് ഇച്ചിരി നല്ല സൗണ്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അത് ചെറിയ രീതിയിൽ നോയ്സ് റിഡക്ഷൻ ഉണ്ട്. ചെറിയ രീതിയിലുള്ളൂ, വലിയ രീതിയിൽ നോയ്സ് റിഡക്ഷൻ ഇല്ല. വെളിയിൽ പോയി കഴിഞ്ഞാലും നല്ല രീതിയിൽ നോയ്സ് റിഡക്ഷൻ വരത്തില്ല. പിന്നെ മെയിനായിട്ട് എനിക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയാനുണ്ടെന്ന് വെച്ചാൽ അടുത്തിട്ട് സംസാരിക്കുമ്പോൾ ഒരുമാതിരി ഭയങ്കരമായ വോയിസ് കയറി പോകണം എന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട്. അടുത്ത് ഹലോ 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 ഭയങ്കരമായ വോയിസ് കയറി പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ കോളറി കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വിഷയം വരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും കോളറി കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഓക്കെ ഇങ്ങനെ വെച്ച് സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല, നോർമൽ സൗണ്ടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. സൗണ്ടിന് നല്ല ക്വാളിറ്റിയും പിന്നെ മറ്റേ മൂക്കടഞ്ഞ പോലത്തെ ഒരു അടഞ്ഞ സൗണ്ട് ഇല്ല. അപ്പം ഒരുവിധം നിങ്ങൾക്ക് ഇത് യൂസ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റൂമിൻ്റെ അകത്ത് ഫാനൊന്നും ഇടാത്ത ജസ്റ്റ് ഇതാ ഈ കോളർ ഇങ്ങനെ ഇട്ടിട്ട് സംസാരിക്കാനാണെങ്കിൽ ബെസ്റ്റ് സാധനമാണ്. വേറൊന്നും നിങ്ങൾ നോക്കണ്ട. നല്ല രീതിയിൽ ഒരു 1000 രൂപയ്ക്ക് പറ്റിയൊരു സാധനമാണ്. പിന്നെ നിങ്ങൾക്ക് വെളിയിൽ വ്ളോഗ് ചെയ്യാൻ പോകാനാണെങ്കിൽ അത്രയ്ക്ക് വലിയ ഇതല്ല എനിക്ക് തോന്നുന്നത്. കാര്യം വെച്ചിട്ട് നല്ല രീതിയിൽ നോയ്സ് കയറി വരുന്നുണ്ട്. അതിനെക്കാട്ടി നല്ല എനിക്ക് തോന്നുന്നു ഫോണിൻ്റെ നോയ്സ് ഫോണിൻ്റെ തന്നെ ആയിരിക്കും നല്ലത്. പിന്നെ ഏതെങ്കിലും ഷോറൂമിൽ പോയി റിവ്യൂ ചെയ്യാനാണെങ്കിലും നിങ്ങൾക്കിത് ബെസ്റ്റാണ്. കാര്യം ഒരു കോൺവെർസേഷനോ അങ്ങനെ അതായത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതാണ് ഈ ഫാൻ ഇടുമ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറേ വരുന്നത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരു അടഞ്ഞ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവോ അതിനൊക്കെ പറ്റിയ സാധനമാണ് ഇത് മേടിച്ചോ നിങ്ങൾ. അല്ലാതെ വ്ളോഗിങ്ങിന് വേണ്ടി മേടിച്ചാലും നല്ല രീതി വരും. അതേപോലെ നമുക്ക് ബൈക്ക് റൈഡ് ചെയ്യുമ്പോഴും നമ്മൾ കണക്ട് ചെയ്ത് സംസാരിക്കാനാണെങ്കിലും ഫെയിലാണ്. കാര്യം കാറ്റ് പിടിക്കും. അപ്പോൾ നിങ്ങൾ ആ ഫാനിൻ്റെ ജസ്റ്റ് സൗണ്ട് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ അറിയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്ത് വെച്ച് സംസാരിക്കരുത്. അടുത്ത് വെച്ച് സംസാരിച്ചാലും നല്ല ഒരു നല്ലൊരു വോയിസ് കയറി വരുന്നുണ്ട്. ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു വോയിസ് ആയിരിക്കും കയറി വരുന്നത്. സ്ക്രാച്ച് വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ കേസ് ഇത്ര ഉള്ള വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലും. ഇതിന് 1000 രൂപയാണിത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ എന്തായാലും ലിങ്ക് ഞാൻ ഇട്ടിരിക്കാം. ആമസോണിൽ നിന്നാണ് ഇത് മേടിച്ചിരിക്കുന്നത്. DigiTek നല്ലൊരു കമ്പനി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ 4000 രൂപയുടെ ഉണ്ട്. അതിന് കുറച്ച് വോയിസ് റിഡക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്തൊരു ബട്ടൺ ഉണ്ട്. അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഇടുമ്പോൾ മൂക്കടഞ്ഞ പോലത്തെ ഒരു സൗണ്ടാണ് അതിനും വരുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും സാധാരണ നോർമൽ ബിഗിനേഴ്സിന് പറ്റിയൊരു ചെറിയൊരു മോഡൽ എന്ന് വെച്ചാൽ ഇതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഫാൻ എല്ലാം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫാൻ ഓഫ് ആക്കിയിട്ട് ഇപ്പോൾ സൈലൻറ്റ് സൗണ്ടാണ്. അപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത് കാട്ടിൻ്റെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്ത് അടിപൊളിയാണ്. കാര്യം വെച്ചാൽ എല്ലാ നോയ്സും അതേപോലെ തന്നെ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോയ്സ് റിഡക്ഷൻ ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാ നോയ്സും കയറി വരും. അപ്പോൾ എല്ലാ ചെറിയ നോയ്സ് വരെ ഇതിൻ്റെ അകത്ത് പിടിച്ചെടുക്കും. പിന്നെ എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഈ ക്യാമറ കുറച്ച് ദൂരെ വെച്ചിട്ട് പതുക്കെ സംസാരിച്ചാൽ മതി, നല്ല രീതിയിൽ വോയിസ് കിട്ടും. അതായത് ഇപ്പം ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു പേഴ്സൺ നിൽക്കുകയാണെങ്കിലും ആ പേഴ്സൻ്റെ വോയിസും നല്ലതുപോലെ ഇതിൻ്റെ അകത്ത് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇത് ഏകദേശം നമുക്കൊരു 20-30 മീറ്റർ വരെ നമുക്ക് ഈ ലെന്ത് കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ചെക്കിംഗ് ഒക്കെ ഞങ്ങൾ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കിടക്കാച്ച വീഡിയോസ് ഇനിയും വരുന്നുണ്ട് ഗൈസ്. അപ്പം ഗൈസ് ഓക്കെ ഹലോ ടെസ്റ്റിംഗ് ഹലോ.